ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. എന്താണ് ഗൈസ് നടക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും കൂടെ പറയണം. സത്യത്തിൽ സിനിമ റിലീസിനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റുകയാണ് ഇപ്പോൾ. അത് നിങ്ങൾക്ക് സാധാരണ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാവും. എന്നിരുന്നാലും ഞാൻ കുറച്ച് വിവരിച്ചു തരാം. അതായത് ജനുവരി 9 ജനനായകൻ ദളപതി വിജയുടെ ജനനായകൻ റിലീസ് ചെയ്യുകയാണ്. പൊങ്കൽ റിലീസായിട്ട് എച്ച് വിനോദാണ് സംവിധാനം ചെയ്യുന്നത്, അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നത്, ക്യാബിൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ജനുവരി 14 പരാശക്തി, അതായത് സുധാ കങ്കര, ദുൽഖർ സൽമാൻ, സൂര്യയെ വെച്ച് ചെയ്യാനിരുന്ന പുറനാനൂർ എന്ന സിനിമ അത് മാറി ഡേറ്റ് ഇഷ്യൂ ആൻഡ് അവരുടെ ഒരു സ്റ്റോറി ഇഷ്യൂ ഒക്കെ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാതെ എന്തോ ഒരു റീസൺ കൊണ്ട് അത് മാറി, കാസ്റ്റിംഗ് ഒക്കെ മാറി. അവസാനം ദുൽഖർ സൽമാനും സൂര്യയും മാറി. അവസാനം വന്നത് ശിവകാർത്തിയനും രവി മോഹൻലുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ വരുന്നത്. അങ്ങനെ പരാശക്തി ജനുവരി 14 റിലീസിന് വെച്ചതാണ് പരാശക്തി. അപ്പോൾ ഇങ്ങനെ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയോ ഡേറ്റ് ഇങ്ങനെ നെരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഒരു 1-2 ആഴ്ചയ്ക്ക് മുന്നേ പരാശക്തിയുടെ റിലീസ് മാറ്റി എന്നറിയുന്നുണ്ടായിരുന്നു. റിലീസ് എന്തിനു മാറ്റി? സാധാരണ നമുക്ക് റിലീസിലേക്ക് പോവാം ജനുവരി 14 വെച്ച്, അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ കാരണം നീട്ടി വെച്ചതായിരിക്കും എന്നുള്ളത്. ജനുവരി 14 അപ്പം നമ്മൾ വിചാരിക്കുന്നതിൽ 15, 16, 17 വെച്ചാണ് അകത്തോട്ട് നീട്ടി വെച്ചു. അതായത് മുമ്പോട്ട് വന്നു. ജനുവരി 14 ഇറങ്ങേണ്ടിരുന്ന സിനിമ ജനുവരി 10 സിനിമ. അതായത് ജനുവരി 9 ദളപതി വിജയുടെ ജനനായകൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും ആ ദിവസം സിനിമ ഇറക്കില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അന്ന് ആ സിനിമ ആരും റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ 14 തീയതി വെച്ച് പിന്നെ എന്തിന് 10 തീയതി ആക്കിയെന്ന് വെച്ചാൽ 14 സിനിമ വരുമ്പോൾ വിജയ്ക്ക് 9, 10, 11, 12, 13 5 ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. ആ 5 ദിവസം വേറെ സിനിമകളില്ലാത്തടത്തോളം അവിടെ ഒരുപാട് തിയേറ്റേഴ്സ് വിജയുടെ സിനിമയ്ക്ക് കിട്ടും. ഒരുപാട് കളക്ഷൻ വിജയുടെ സിനിമയ്ക്ക് കിട്ടും. അത് പോസിറ്റീവും കൂടെ വരുവാണെങ്കിൽ പിന്നെ പരാശക്തിക്ക് അത് വീണ്ടും നെഗറ്റീവായിട്ട് മാറും. പരാശക്തി റിലീസിന് തിയേറ്റേഴ്സ് കൗണ്ട് കുറയും എന്നുള്ളതിരിക്കെ അപ്പോൾ ഈ വിജയ്ക്ക് ഈ 5 ദിവസം മതി വിജയ്ക്ക് എല്ലാം അഴിച്ചുകൊണ്ട് പോവാൻ. അറിയാമല്ലോ, 2-3 ദിവസം മതി പുള്ളിക്ക് എല്ലാം കൊണ്ടുപോകാൻ. അപ്പോൾ ഇത് ഹിസ്റ്ററി ആയിട്ട് മാറും, ഇത് വരലാറായിട്ട് മാറും. കാരണം വിജയ് നിരത്തി പോകുമ്പോൾ അടുത്ത 20-30 വർഷം കഴിയുമ്പോൾ വിജയാണ് അങ്ങനെ വിജയുടെ ലാസ്റ്റ് പടമായിട്ട് ഇത്രയും കളക്ഷൻ കിട്ടിയെന്ന് ആ ഒരു റെക്കോർഡ് വരുമെന്ന് അത് തടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജനുവരി 10 അതാകുമ്പം പടം പോസിറ്റീവോ നെഗറ്റീവോ അത് അവരുടെ ഉള്ളിലുള്ളത് അങ്ങനെയാണ്. നെഗറ്റീവ് ആണെങ്കിൽ നമുക്കെല്ലാം കിട്ടുമെന്ന്. പോസിറ്റീവോ നെഗറ്റീവോ ഇവിടെ ഇല്ല. ഇത് ദളപതി പടം. ഇത് 10 നിങ്ങൾ 9 ഇറക്കിയാൽ അടിച്ചണ്ണാക്കി തരും, അതിൽ വേറെ സംശയമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് 9 ഇറക്കുന്നില്ല? 9 ഇറക്കിയിട്ട് ഒരു കാര്യവുമില്ല, തിയേറ്റർ കിട്ടൂല, അവർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഫസ്റ്റ് ഡേ കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പേടിച്ചും പിന്നെ വിജയനെ താത്തി കെട്ടാനും വേണ്ടി തോൽപ്പിക്കാനും വേണ്ടിയിട്ട് DMK പാർട്ടിയും ആൻഡ് ഉദയനിധി സ്റ്റാലിൻ, എല്ലാവരും പാർട്ടിയാണല്ലോ. കാരണം ഈ സിനിമ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും ചെയ്യുന്നത് DMK ആണ്. ഇവരുടെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് സൺ പിക്ചേഴ്സും കാര്യങ്ങളാണ്. ഈ സൺ പിക്ചേഴ്സും എല്ലാം വിജയുടെ എതിരാണല്ലോ. ഇപ്പോൾ കൂട്ടുകാരല്ലേ എല്ലാവരും ഒരുമിച്ച്, DMK എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടുകാരല്ലേ. എങ്ങനെയെങ്കിലും വിജയ് താഴ്ത്തി കെട്ടണമെന്നുള്ളത് അങ്ങനെ. കാരണം സിറ്റുവേഷൻസ് അങ്ങനെയാണല്ലോ, പൊളിറ്റിക്കൽ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവർ ആ സിനിമയെ പോസ്റ്റ്പോണ്ട് ചെയ്യാതെ പ്രീപോണ്ട് ചെയ്യുന്നത്. അതായത് അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് വന്നു. അതുകൊണ്ട് അതൊരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട് ജനുവരി 9. കാരണം അത് ഇഷ്യൂ ആവുന്നത് പരാശക്തിയായിരിക്കും, ജനനായകനല്ലായിരിക്കും. ഇപ്പം നിങ്ങൾ തമിഴ്നാട്ടിലെ ഓഡിയൻസ് എൻ്റെ മുക്കാൽവാസിയല്ല, എല്ലാവരും പറയുന്നത് ജനനായകൻ തന്നെയാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ ഇപ്പോൾ ഇറക്കുന്നതെന്ന്. ഈ ഒരു സിറ്റുവേഷനിൽ രജനിയുടെ പടമാണ് ഇങ്ങനെ ഇറങ്ങാൻ പോകുന്നതെങ്കിൽ പരാശക്തി എന്നൊരു സിനിമ ഇറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ പറയും രജനി സാർ എൻ്റെ സീനിയർ അല്ലേ, രജനി സാറിൻ്റെ ഗുരുവല്ലേ, അതുകൊണ്ട് അവരുടെ ഒരു ഫെയർവെല്ലിൻ്റെ ഇടയിൽ നമ്മളൊരു പടം ഇറക്കുന്നത് ശരിയാണോ? അതൊരു മാന്യതയാണോ? അദ്ദേഹത്തിന് റെസ്പെക്റ്റ് ചെയ്യണ്ടേ എന്ന് കവിതയൊക്കെ അടിച്ചെങ്കിൽ. പക്ഷേ ഇത് വിജയപടമായതുകൊണ്ട് അപ്പം പുള്ളിക്ക് റെസ്പെക്റ്റ് കൊടുക്കണ്ട. പുള്ളി വിജയ് ശിവകാർത്തിൻ്റെ സീനിയർ അല്ല, പുള്ളിക്ക് മര്യാദ കൊടുക്കണ്ട, സിനിമ ഇറക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അജണ്ട എന്ന് പറയുന്നത് അതാണ്, റെസ്പെക്റ്റ് കാര്യങ്ങളല്ല. ഇവർക്ക് വിജയ് എങ്ങനെയും താഴ്ത്തി കാണാം. വിജയ്ക്ക് ഒരു ഹിസ്റ്ററി ഇനിയും ഒരു ഹിസ്റ്ററി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാൻ പാടില്ല. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതാണ് ഉദയനിധിയും DMKയും പാർട്ടിയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ പപ്പറ്റ് പോലെ നിൽക്കുന്നതാണ് ശിവകാർത്തിയൻ. അതായത് അവർ പറയും നീ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു, അതുപോലെ ശിവകാർത്തിയൻ ചെയ്യും.
അതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ശിവകാർത്തികേയന് അതിൻ്റെ ഒരു മെയിൻ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഇപ്പം അവർ അതായത് ഓരോന്നും വിജയുടെ എന്തെങ്കിലും ഇറക്കുമ്പോൾ അവർ എന്തെങ്കിലും ഇറക്കുന്നു. കാരണം എന്തെങ്കിലും പോട്ടി നമ്മളും പടം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതായത് അവർക്ക് മൊത്തത്തിൽ പേടിയാണ്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല, ടെൻഷനാണ്, ഫുൾ പ്രഷറാണ്. സൺ ടി വിയിലും പ്രഷർ കിട്ടും, DMK ഉദയനിധി അവർ ടീമോടെ ഫുൾ പ്രഷറാണ്. കാരണം ഇവിടെ നിൽക്കുന്നത് രാജയാവാൻ. അപ്പോൾ ആ പുള്ളിയുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് അവർ നോക്കുകയാണ്, അല്ലെങ്കിൽ പുള്ളി എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അത് നിങ്ങളെ യമാമാർക്കും അറിയാം. പിന്നെ ട്രൈ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും തോറ്റാലോ എന്നുള്ളൊരിതിലാണ്. ഒരു വേലയും നടക്കാൻ പോകില്ല. അടിച്ചണ്ണാക്കി തരും. കൂടെ വന്ന് ഓട വിടും, ട്രൗസറോടെ ഓട വിടും. അതിൽ വേറെ സംശയമൊന്നുമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഓഡിയോ ലോഞ്ച് 3:30 സൺ ടി വിയിൽ പരാശക്തി ഓഡിയോ ലോഞ്ച്, 4:30 സീ തമിഴിൽ ജനനായകൻ ഓഡിയോ ലോഞ്ച്. ഈ ജനനായകൻ ഓഡിയോ ലോഞ്ച് ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് ഈ പരാശക്തിയുടെ ഓഡിയോ ലോഞ്ച് ഉണ്ടെന്നേ എല്ലാവരും അറിയുന്നത്. ഇതിൽ വേറെ സെയിം ദിവസം വച്ചിരിക്കുന്നു. അതിൽ വേറെ 4:30 ഇവിടെ വെച്ചിരുന്നത്. ആദ്യമേ അവർ പറഞ്ഞു 3 മണിക്ക് വെച്ചിരിക്കും. അതായത് അതിന് മുന്നേ, അതായത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ മുന്നേ വരണമെന്നുള്ളൊരു ടോക്കാണ്. ഇതിൽ അവരെങ്ങനെയെങ്കിലും പ്രൊമോഷൻ സൺ ടി വിയിൽ വന്ന് ശിവകാർത്തികേയൻ വന്നിട്ട് 3 മണിക്ക് ജനുവരി 4 എൻ്റെ പരാശക്തിയുടെ ഓഡിയോ ലോഞ്ച് എന്ന് അതായത് ഒരു പരസ്യം കൊടുക്കുകയാണ്. ഓഡിയോ ലോഞ്ച് ഉണ്ടെന്ന് ഒരു ചാനലിൽ വന്നിട്ട് ആ സിനിമയുടെ നായകൻ വന്ന് പരസ്യം കൊടുക്കുകയാണ്, നിങ്ങളെല്ലാവരും കാണണമെന്ന്. അതെന്ന് തന്നെ മനസ്സിലാവും പപ്പറ്റ് കണക്ക് ശിവകാർത്തികേയനായിട്ടുണ്ട്. അതായത് DMK പറയും അതുപോലെ ഞാൻ ചെയ്യാന്ന് പറയാം, അതുപോലെയാണ് ഇപ്പോൾ ശിവകാർത്തികേയൻ ചെയ്യുന്നത്. ഒരു ശിവകാർത്തികേയൻ ഇപ്പോൾ അതാണ് ഞാൻ ആ ഓഡിയോ ലോഞ്ച് സൺ ടി വി ചാനലിൽ വന്നിട്ട് പറയണം, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു നടൻ വന്നിട്ട് ഓഡിയോ ലോഞ്ച് ഇങ്ങനെ ഉണ്ട്, ഇത്ര മണിക്കുണ്ടെന്ന് പറയാം. അപ്പോൾ അവർ ഫുൾ ശിവകാർത്തികേയൻ ഒരു പപ്പറ്റായിട്ട് ശിവകാർത്തികേയൻ പറയുന്ന ഒരു എന്താ പറയുക, ഒരു അമുൽ ബേബി ആയിട്ട് അവിടെ വച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു തരാം, അതുപോലെ നീ ചെയ്താൽ മതി എന്ന് അങ്ങനെ അവിടെ വച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ശിവകാർത്തികേയൻ ചെയ്യുന്നത്. ശിവകാർത്തികേയൻ ഇപ്പം തന്നെ കളിയാക്കലും പരിഹാസങ്ങളൊക്കെ ഒരുപാടായി. എന്ത് റെസ്പെക്റ്റാണ് കൊടുക്കുന്നതെന്നൊക്കെ എന്നുള്ളത്. പിന്നെ ഈ സമയം നിങ്ങൾ ചോദിക്കും, അത് പുള്ളിയുടെ കരിയർ അല്ലേ, അത് പുള്ളിയുടെ ഇതല്ലേ, പുള്ളി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ മുതലാക്കുന്നെന്ന്. പുള്ളി പക്ഷെ ഇതല്ലാതെ വേറൊരു നടനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവിടെ നിൽക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ആ സൈഡിൽ നിന്നുള്ള DMK പാർട്ടിയും കാര്യങ്ങളും പറയില്ലായിരുന്നു. തളപതി വിജയനാണ്. പിന്നെ പുള്ളിക്ക് ഇതൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല. അതായത് ഈ പുള്ളിക്ക് എവിടെ പോയാലും ഈ തലവേദനകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പുള്ളി ചിരിച്ച് അത് കളഞ്ഞോളും. അത് പുള്ളിക്ക് അത് ശീലമുള്ള കാര്യമാണ്. പിന്നെ ഈ സിനിമ പിന്നെ ഒരുപാട് ആവശ്യമില്ലാതെ ഒരേ ഇൻ്റർവ്യൂസ് കൊടുക്കുകയാണ്. നമുക്ക് ആ കണ്ടന്റിന്മേൽ ഒരുപാട് ഇതുണ്ട്, നമുക്കത് 100% ഉറപ്പാണ്, അത് പോസിറ്റീവാണ്, അതുകൊണ്ടാണ് നമ്മൾ പടം ഇറക്കിയത്. പിന്നെ കണ്ടന്റിൻ്റെ മേൽ 100% ഉറപ്പുള്ള നിങ്ങളാണെങ്കിൽ 10-ാം തീയതി 9-ാം തീയതി പടം ഇറക്കണമായിരുന്നു. എന്നിട്ട് 10-ാം തീയതി പടം ഇറക്കണം, തിയേറ്റർ കിട്ടൂലെന്നാണ്. അപ്പം കൂടുതൽ തള്ളും കാര്യങ്ങളൊന്നുമില്ല. ഇത് പടം വരുന്നത് ജനനായകൻ വേഴ്സസ് DMK പാർട്ടിയാണ്. അല്ലാതെ ഇതിൽ ശിവകാർത്തികേയൻ്റെ പടം അല്ല, പരാശക്തി ശിവകാർത്തികേയൻ്റെ പടമല്ല. ജനനായകനും വെച്ച് തളപതി വിജയെ പൂട്ടാൻ വേണ്ടി DMK പാർട്ടി വരുന്നതാണ് പടം. ശിവകാർത്തികേയൻ ഇതിൽ റോളേ ഇല്ല. ശിവകാർത്തികേയൻ ഇതിൽ അവിടെ പറഞ്ഞു സാറേ യജമ്മ ചെയ്യുന്ന റോളുകൾ മാത്രമാണ്. ഇപ്പം തന്നെ നിങ്ങൾ റെക്കോർഡിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ അറിയാം, അതിൻ്റെ ആൻറ്റിസിപ്പേഷൻ ഇതിൽ കാര്യങ്ങൾ നോക്കിയാൽ അറിയാം. പിന്നെ അവർ എന്തൊക്കെ ചെയ്യുന്നെന്ന് പോലും ഒരിക്കലും അറിയുന്നില്ല. കാരണം സോഷ്യൽ മീഡിയാസിൽ വരാൻ പോലും സമയം കിട്ടുന്നില്ല അവർക്ക്. കാരണം അമ്മാതിരി ജനനായകൻ റീൽസും അല്ലെങ്കിൽ ജനനായകൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കറങ്ങിക്കൊണ്ട് ആ ഒരു പടം ഉണ്ടെന്നേ ഒരുത്തരും അറിയുന്നില്ല. ഇത് പടം മറന്നു പോകാതിരിക്കാനും കൂടെയിട്ടാണ് ജനുവരി 10 റിലീസ് ചെയ്യുന്നത്. കാരണം 14-ാം തീയതി ആകുമ്പോൾ ജനനായകന് പോസിറ്റീവും കൂടെ വരുവാണെങ്കിൽ പിന്നെ ആ പടം പരാശക്തി എന്ന് ഉള്ളതേ എല്ലാവരും മറന്നു. അതും മറന്നു ആരും ഓർക്കാതിരുന്നാലോ എന്ന് പേടിച്ചിട്ടാണ് അവർ 10-ാം തീയതി അതാ വിജയുടെ കൂടെ ഇറക്കുന്ന അങ്ങനെ ഒരു പടം ഉണ്ടെന്നല്ലേ അറിയും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ തളപതി വിജയുടെ ജനനായകനും DMK പാർട്ടിയുടെ തീയശക്തി, അത് പരാശക്തിയില്ലേ, അത് തീയശക്തി, ആ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ സിനിമയല്ല നടക്കുന്നത്, പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് നടക്കുന്നത്. അതായത് അവർ വേണമെന്ന് പറഞ്ഞ് വിജയുടെ പടത്തിന് എങ്ങനെയെങ്കിലും കളക്ഷൻ കുറയ്ക്കണം, അല്ലെങ്കിൽ വെർഡിറ്റ് എങ്ങനെയെങ്കിലും മാറ്റണം വേണമെന്ന് പറഞ്ഞ്, അതായത് ഇത് അവർക്ക് പിടിച്ചേ പറ്റും. കാരണം ഇതിലും അവർ റെക്കോർഡും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ വന്നാൽ വിജയ് കുറച്ചുകൂടെ വോട്ട് ഇലക്ഷനൊക്കെ വരുമ്പോൾ വിജയ്ക്ക് മേൽക്കോയ്മയാണ്. അപ്പോൾ അതും വലിയ രീതിക്ക് അവർക്ക് പോസിറ്റീവ് ആവുമെന്ന് പറഞ്ഞാണ് അവർ മാക്സിമം തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു വേലയും നടക്കൂല. ഇവിടെ അങ്ങ് വിലസയാണ്. ഇപ്പം തന്നെ ഒരു ഓഡിയോ ലോഞ്ച് നടന്നു,
എന്ത് ഓഡിയോ ലോഞ്ച്, എന്ത് ക്രൗഡ്. ആ ഓഡിയോ ലോഞ്ച് നടന്നത് എല്ലാവരും അറിഞ്ഞു. ഇവിടെ ഒരു ഓഡിയോ ലോഞ്ച് നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഓഡിയോ ലോഞ്ച് നടന്നോ ഉണ്ടോ എന്നോ ഒരു പിടിയില്ല. അത് ലൈവ് ടെലികാസ്റ്റ് ആണോ അതോ മുന്നേ നടന്ന ഓഡിയോ ലോഞ്ചാന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. സൺ ടി വിയിൽ 3 മണിക്ക്, അത് ശിവകാർത്തിക മുതൽ 3 മണിക്ക് ഓഡിയോ ലോഞ്ച് ഉണ്ട്. എനിക്ക് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. ചിരിയല്ലാതെ എനിക്കും ശിവകാർത്തികനുള്ള ആ ഇഷ്ടത്തിലൊരു കുറവ് വരെ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയം ശിവകാർത്തികൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. കാരണം ഒരു ശിവകാർത്തികൻ്റെ ഒരു വലിയ നടനല്ല. അപ്പോൾ പുള്ളി ശിവകാർത്തികൻ വന്നിട്ട് ചാനലിൽ വന്നിട്ട് ഇന്ന ഓഡിയോ ലോഞ്ച് ഉണ്ട്, എല്ലാവരും കാണണമെന്ന് പറയാൻ വേണ്ടി ഒരു ചാനലിൽ വന്ന് പറയാം. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം, അവർ തള്ളി വിടുന്നുണ്ട്. കാരണം നമ്മൾ ഓഡിയോ ലോഞ്ച് ഉണ്ടെന്ന് ആരെങ്കിലും അറിയിക്കണം, നിങ്ങളൊക്കെ ഇറങ്ങിയാലേ ശരിയാവൂ, മാർക്കറ്റ് ടീമൊന്നും ശരിയാവില്ല, നടന്മാരിറങ്ങണം, നടിമാരിറങ്ങണം, അങ്ങനെ തള്ളി വിടുകയാണ് എല്ലാവരുമായിട്ടും. എല്ലാവരും വന്നിട്ട് പക്ക കണ്ടന്റാണ്, അത് ഫുൾ പോസിറ്റീവ് കണ്ടന്റാണ്. ഇതിൽ വേറെ കേരളത്തിൽ PR ഇല്ല, പൈസ കൊടുത്ത് വച്ചിരിക്കണം. കുറേ പേര് കുറേ പോസ്റ്റുകൾ, ജനനായകനെ തൂക്കിയടിക്കും, ജനനായകൻ പോവും, ജനനായകന് ഒരു വേല നടക്കൂല, ജനനായകൻ പോട്ട് ഇവിടെ വൻ കണ്ടന്റുമായിട്ട് ഹിന്ദിക്കാരുടെ ഇടയിൽ എന്തോ ഹിന്ദി സംസാരിക്കണമെന്ന് പറഞ്ഞ് അടിവയ്ക്കാമെന്നുള്ള പഴയ ഇന്ത്യക്കാരുടെ എന്തോ കഥകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് വൻ പൊളിറ്റിക്കൽ പടമാണ്. അതുകൊണ്ട് പരാശക്തിയൊക്കെ എന്തായാലും കിടിലം പടമായിരിക്കും. അതുകൊണ്ട് ജനനായകൻ ഇവിടെ കേരളത്തിൽ കിട്ടുമെന്ന് നോക്കണ്ട, പരാശക്തി ഇവിടെ കിട്ടും. PR വർക്ക് ഇവിടെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ആരും ഫണ്ട് കൊടുത്തൊന്നും ഒരു പിടിയുമില്ല. ഇതുവരെ എന്നിട്ട് ജനനായകന് പൊട്ടിപ്പോവും. PR വർക്ക് എത്ര പോസ്റ്റുകളാണ് കണ്ടെന്നറിയോ? മൊത്തത്തിൽ അതിൽ പറയുന്നത് പരാശക്തിയെ കുറിച്ചല്ല, ജനനായകൻ പൊട്ടുമെന്നാണ്, പരാശക്തി ജയിക്കുമെന്നല്ല. അപ്പോൾ PR ഉദ്ദേശിക്കുന്നവരും PR ചെയ്യുന്നവരും ജനനായകന് വേണ്ടിയിട്ടാണ് PR ചെയ്യുന്നത്. പരാശക്തിക്ക് പൈസ വാങ്ങിയിട്ട് ജനനായകൻ പൊട്ടും, പരാശക്തി ജയിക്കും പറയാതെ ജനനായകൻ പൊട്ടും. അപ്പം മൊത്തത്തിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. കണ്ടറിയാം പടത്തിന് എന്താണെന്ന്. കണ്ടറിയാനൊന്നുമില്ല, കൊണ്ടറിയും. അടിച്ച് തൂക്കി വിടും, അതിൽ വേറെ സംശയമൊന്നുമില്ല. 9-ാം തീയതി പടം ഇറങ്ങാൻ അടിച്ച് അണ്ണാക്കി അടിച്ച് വിടും. അതോടെ എല്ലാം ഓടവിട്ട് ശിവകാർത്തികൻ്റെ കരിയർ എൻഡായിരിക്കും. അത് ചുമ്മാ എന്നുവെച്ചാൽ ആ ഒരു നല്ലൊരു തിരിച്ചടി എന്തായാലും തിരിച്ചടി കിട്ടും ശിവകാർത്തികന്. കാരണം ആ ഒരു സിനിമ നിങ്ങൾ എത്ര പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാലും, എത്ര വലിയ പടം എന്ന് പറഞ്ഞാലും പരാശക്തി തളപതി വിജയുടെ ജനനായകന് കിട്ടാൻ പോകില്ല. നിങ്ങൾ പിന്നെ കണ്ടന്റ് വൈസും കൊണ്ട് കണ്ടന്റാണ് പ്രേക്ഷകർക്ക്, നിങ്ങൾ ആ കണ്ടന്റും കൊണ്ട് വന്നോക്കും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിപ്പോൾ കേരളത്തിലെല്ലാവരും കണ്ടന്റ് എന്ന് പറയുന്നില്ല. കേരളത്തിലെ തളപതി വിജയുടെ പടവും വന്ന് പരാശക്തി വന്ന് എല്ലാവരും ഏത് കാണുമെന്ന് പരാശക്തി പോയി കാണുമെന്ന. അതിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പരാശക്തി പോയി കാണുമെന്ന, പോസിറ്റീവ് ആയാലും പരാശക്തി കാണുമെന്ന. നെഗറ്റീവ് ഓർ പോസിറ്റീവ് റിവ്യൂ ഇവിടെ ബാധകമല്ല. ഇവിടെ തളപതി വിജയുടെ പടം, അതാണ് ഇവിടെ ബാധകം. പോയി എല്ലാവരും അത് തന്നെ കാണുക. അതുകൊണ്ട് അതിൽ വേറെ സംശയമൊന്നുമില്ല. ഇതിപ്പം ഈ ഒരാഴ്ച മുന്നേ ആണ്, അല്ലെങ്കിൽ 10 ദിവസം മുന്നേ ആണ് പരാശക്തിയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ടുള്ള അവസ്ഥയൊക്കെ ആരെടുക്കുമെന്ന്, എവിടെ വിറ്റുപോകുമെന്ന്, പ്രത്യേകിച്ച് കേരളത്തിലും കൂടെ വെച്ച് ആർക്ക് 4-3 ഫാൻസുള്ള ശിവകാർത്തികൻ എവിടെ വിറ്റുപോകുമെന്ന് അതൊന്നും നടക്കുന്നില്ല. പിന്നെ തുപ്പാക്കി വാങ്ങിയതിന് കുറച്ച് തട്ട് തരുന്നുണ്ട്. ഇത് കാരണം ഇത് മൊത്തത്തിൽ ശിവകാർത്തികനെ നടുക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. അവർ പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പപ്പറ്റ് കണക്ക്. കണ്ടറിയാം, അടി കിട്ടുന്ന തലയ്ക്കായിരിക്കും.